എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സൺഡേ ഒക്കെ നാട്ടിലായിരുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു കേട്ടോ. വീട്ടിലെല്ലാവരും ഉള്ള ദിവസമാണ് സൺഡേ. രാവിലെ പള്ളിയിൽ പോയിട്ട് കാറ്റഗിസം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കൂട്ടിച്ചേർത്തിലെ വീട്ടിലെ പുളിമരത്തിൽ നിന്ന് പുളിവറക്കിലും ചാമ്പമരത്തിൽ കയറലും അതൊക്കെ എന്നും ഒരിക്കലും മറന്നു പോകല്ലേ എന്ന് ആഗ്രഹിക്കുന്ന നല്ല ഓർമ്മകളാണ്. 1 മണിക്ക് വീട്ടിൽ വരേണ്ട നമ്മൾ 2-2:30 വീട്ടിലെത്തും. അപ്പോൾ അപ്പയുടെ മമ്മിയുടെ കയ്യിൽ നിന്ന് നല്ല അടിപൊളി വഴക്കും, പിന്നെ അത് കഴിഞ്ഞ് മമ്മിയുടെ വക സൺഡേ സ്പെഷ്യൽ ഫുഡും. എന്തോരം നല്ല 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 ഓർമ്മകളായിരുന്നു ഇതൊക്കെ. ഓരോരുത്തരുടെ ലൈഫിൽ ചേഞ്ച് വരാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. പപ്പ പോയിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റണില്ലായിരുന്നേ. കാരണം ഞാൻ ഒരുപാട് പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. ബട്ട് ദൈവം എനിക്ക് പപ്പയെ തന്നില്ല. അപ്പൊ എനിക്ക് കുറേ നാളായിട്ട് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റണില്ലായിരുന്നു. കുറച്ച് നാളായിട്ട് പപ്പ പറഞ്ഞ ചില കാര്യങ്ങൾ എന്റെ മനസ്സിലിങ്ങനെ വരികയായിരുന്നു. ഞാൻ പപ്പയുടെ അടുത്തിരുന്ന സമയത്ത് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്നാ പിന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കില്ലാന്ന്. അപ്പൊ എന്റെ പപ്പ പറഞ്ഞൊരു മറുപടി ഉണ്ട്, എന്റെ മാനെ അങ്ങനൊന്നും പറയില്ലൂ കേട്ടോ, കൊച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കണോന്ന്. ഇത്തിരി സമയം എടുത്തിട്ടാണെങ്കിലും പഴയതുപോലെ പള്ളിയിൽ പോകാനും പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ഉള്ള പ്രാർത്ഥന എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റണേന്നാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊന്നാണ് അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക. പറ്റുന്നത്രയും നന്മ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. നമ്മുടെ സൺഡേ സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ്, ജിഞ്ചർ ആൻഡ് ഓറഞ്ച് ഇതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സാറിന് കുറച്ച് ക്യാരറ്റ് ജ്യൂസ് കൊടുത്തിട്ട് വരാല്ലേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വീക്ക്. ഹാപ്പി ആയിട്ടിരിക്കും.